ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് തൊമ്മൻകുത്തിലേക്കാണ്. തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. തൊടുപുഴ താലൂക്കിന് ഉള്ള ഒരു വാട്ടർഫോൾസാണ് തൊമ്മൻകുത്ത്. അത് ഏകദേശം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വണ്ണപ്പുറം വഴി നമുക്ക് എറണാകുളത്തു നിന്നുള്ളവർക്ക് വരാം. അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്നുള്ളവർക്ക് കരിമണ്ണൂർ ചെന്നിട്ട് തിരിഞ്ഞു പോകാനും പറ്റും. എന്തായാലും വളരെ പച്ചപ്പ് പിടിച്ച ഒരു തേക്കിൻ കൂപ്പിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഏകദേശം തൊമ്മൻകുത്ത് അടുക്കാറായിട്ടുണ്ട്. അന്നേരമാണ് ഈ തേക്കിൻ കൂപ്പ് ഉള്ളത്. ശരിക്കും ഒരു വനത്തിലൂടെയുള്ള യാത്ര നമുക്ക് ഫീലാവും. തൊമ്മൻകുത്തിലെത്തിയിട്ട് തൊമ്മൻകുത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ തൊമ്മൻകുത്തിലെത്തിയിരിക്കുകയാണ്. തൊമ്മൻകുത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് അവിടെ ഒരു ചെറിയ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ പോലെയുള്ളൊരു സംഭവമുണ്ട്. അവിടെ നമുക്ക് കയറിയിരുന്ന് തൊമ്മൻകുത്തിലെ ആദ്യത്തെ കുത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇത് അത്യാവശ്യം കുറച്ച് കടകളൊക്കെ അവിടെയുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ. ഇതാണ് തൊമ്മൻകുത്തിൻ്റെ എൻട്രൻസ്. ഏകദേശം പെർ ഹെഡിന് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. എൻ്റെ കൂടെ എതും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടിക്കറ്റ് എടുത്തു 80 രൂപയായി. പിന്നെ ക്യാമറയ്ക്കൊക്കെ അഡീഷണൽ ചാർജുകളാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്തിൻ്റെ എൻട്രൻസും കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറും കഴിഞ്ഞ് നേരെ വനത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. അത് ഇവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നവർക്ക് ഡ്രസ്സൊക്കെ മാറാനുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ വഴി ഉടനീളം ഇങ്ങനെ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കല്ലുകൊണ്ടുള്ള. അതുപോലെ തന്നെ ഒത്തിരി മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്. മദ്യപിക്കുന്നവർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഡേഞ്ചറാണ്. ഡേഞ്ചർ ബോർഡ് ഞങ്ങൾ പോകുന്ന വഴി മൊത്തം കണ്ടു. കർശനമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് വെള്ളത്തിലിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒത്തിരി പേര് ഒഴുക്കിപ്പെട്ട് മരിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ തൊമ്മൻകുത്ത് വനത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നല്ല മഴ പെയ്ത് മാറിയ സമയമാണ്. നല്ല ഇടതൂർന്ന മരങ്ങളിങ്ങനെ വളർന്ന് നിൽക്കും. അതിൻ്റെ ഇടയിൽ കൂടെ മഴത്തുള്ളികൾ വീഴുന്നതാണ്. നല്ല രസമാണ്. അതുപോലെ തന്നെ താഴത്തോടൊരു വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ നമുക്കിന്ന് ഈ വ്ലോഗിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു തടി കൊണ്ടുള്ള ഇരിപ്പിടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര മനോഹരമാണ്. ഒറ്റത്തടിയിൽ ഒരു ഇരിപ്പിടമൊക്കെ, അതിൻ്റെ മുകളിൽ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഓഫ് റോഡ് വഴിയാണ്. വണ്ടി നമുക്ക് അകത്ത് കയറ്റാൻ പറ്റത്തില്ല. ടിക്കറ്റ് ചാർജ് 40 രൂപയാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് വന്നത്. എൻ്റെ കൂടെ എതുമുണ്ട്. ഈ വനത്തെ ആസ്പദമാക്കി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്ദേശമാണ് കാട്ടുതീ തടയുക. അതുകൊണ്ട് തീ കൊണ്ടുള്ള ഉപകരണങ്ങൾ ആരും ഈ വനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുത്. അത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവരാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും നല്ല ശാന്തസുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ ഈ വനത്തെ അകത്തേക്ക് കയറുമ്പോൾ, കല്ലുകൊണ്ടുള്ള ഈ വഴിയിലൂടെ നടക്കുമ്പോൾ പ്രകൃതിയെ അടുത്തറിഞ്ഞ് സഞ്ചരിക്കുവാനുള്ള ഒരവസരമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. തൊട്ട് താഴെ തൊമ്മൻകുത്ത് പുഴ ഒഴുകുന്നുണ്ട്. വളരെ ശബ്ദമാണ് അതിൻ്റെ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നേരെ വനത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. ഓക്കെ, കാഴ്ചകളിലേക്ക്.
നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിരിക്കുന്നത് പുഴയിൽ ഇറങ്ങരുതെന്ന്. വേനൽക്കാലത്തൊക്കെ നമുക്ക് ഇറങ്ങാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം വേനൽക്കാലത്ത് ഇവിടെ ഇറങ്ങാൻ അനുവദിക്കുമെന്ന് തോന്നുന്നു. കാരണം നേരത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇറങ്ങായിരുന്നു. ഇപ്പോൾ ഈ മഴക്കാലത്ത് നല്ല കുത്തൊഴുക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിക്കുന്നതല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഗൈഡുകളുണ്ട്. ഗൈഡിൻ്റെ ഒരു ചെറിയ ഒരു ടെൻറ്റും കാണാം നമുക്ക്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുഴയിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നല്ല മഴവെള്ളപ്പാച്ചിലാന്ന് തോന്നുന്നു. മരങ്ങളൊക്കെ ഒടിഞ്ഞ് ഒഴുകി, വലിയ മരങ്ങൾ, വൻ മരങ്ങൾ തന്നെ ഒഴുകി വന്ന് പുഴയിൽ കിടപ്പുണ്ട് ബ്ലോക്കായിട്ട്. അപ്പോൾ നല്ല കുത്തൊഴുക്കുള്ള സ്ഥലം തന്നെയാണെന്ന് വ്യക്തമാകും ഇതിലൂടെയൊക്കെ. നല്ല സൈലൻ്റായിട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ഈ വനത്തിൻ്റെ ശബ്ദങ്ങൾ ആസ്വദിക്കാൻ പറ്റും. ഒത്തിരി ചീവീടുകളും അതുപോലെ ചെറു പ്രാണികളുമൊക്കെ ശബ്ദമുണ്ടാക്കുന്നത് കാണാം. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വലിയ പാറ റോഡിൽ ഉരുണ്ട് വീണ് പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഈ തൊമ്മൻകുത്ത് വനത്തിൽ ആനയൊക്കെ ഉള്ളതുകൊണ്ട് ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അവിടെ ഒരു വലിയ പാറ പൊട്ടിക്കിടപ്പുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, തൊമ്മൻകുത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. I know you told your friend you're not okay, and tell me what's wrong and why you never said you. ഭംഗിയുള്ള ഒരു കാട്ടുവഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചുറ്റും കാടാണ്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് തൊമ്മൻകുത്ത്. അതുപോലെ തന്നെ കുരങ്ങന്മാരും മയിലുകളും അതിലുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ വനത്തിലുണ്ട്. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday, something's going wrong. ഇങ്ങനെയുള്ള ഈ വനഭംഗി ഉണ്ടല്ലോ, നമുക്കിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ തോന്നത്തില്ല. പക്ഷേ നമ്മൾ വേനൽക്കാലത്തിരുന്ന് ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഈ വനത്തിൻ്റെ സൗന്ദര്യം വ്യക്തമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലിരിക്കുന്ന കാഴ്ചക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ മഴ പെയ്ത് നിൽക്കുന്ന ഒരു വനത്തിൻ്റെ ഉള്ളിലെ കാഴ്ച. അങ്ങ് ദൂരെ നമ്മുടെ ഏറുമാടം കാണുന്നുണ്ട് കേട്ടോ. ഇതിലൊരു കുത്തൊഴുക്കുള്ള തൊമ്മൻകുത്ത് പുഴ തന്നെ ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കയറി വയ്ക്കാനുള്ളൊരു ചെറിയ കേവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ കയറി വയ്ക്കാൻ വേണ്ടിയുള്ള അടിപൊളി കേവ്, അടിപൊളിയാണ്. മഴ പെയ്യുമ്പോൾ കേൾക്കാം. നമ്മൾ കയറാൻ സമ്മതിക്കുമോ എനിക്കറിയത്തില്ല, കയറത്തില്ല. അടിപൊളി ബ്ലോക്ക് ചെയ്തേക്കുവാണ് ഇപ്പോൾ.
കയറാൻ പറ്റത്തില്ല. ആ, നടന്നു കയറിയാൽ താഴത്തേക്ക് ലിഫ്റ്റ് വരാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പറഞ്ഞിട്ടുള്ള ഗൈസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് പറഞ്ഞത്. ഇതിൽ വലിഞ്ഞു കയറി താഴെ വീണിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏഴുമാടത്തിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. എന്നാലും മിച്ച സമയത്ത് നമുക്ക് ഇതിനകത്ത് കയറാമായിരുന്നു. ഇപ്പോൾ അതിന് ബലക്ഷയം സംഭവിച്ചതുകൊണ്ടാണ് നമ്മൾ കയറ്റാത്തത്. മരോട്ടി എന്ന് പറയുന്ന മരത്തിൽ തന്നെയാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ആ വഴിയിലൂടെ, കാട്ടുവഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു ഏറുമാടം ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നിരുന്നാലും അത് കയറാൻ പറ്റിയില്ല. ഇതൊരു വലിയ മരമാണ്. ഇതൊരു മൈല എന്നാണ്, മൈല, പീക്കോക്ക് കാസ്റ്റിൽ ട്രീ. അതായത് മയിലിനെ സംബന്ധിച്ച് എന്തോ ഒരു ട്രീയാണ്, മയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീയാണ്. ഓക്കെ ഗൈസ്, അതുപോലെ കാട്ടുപഴങ്ങൾ. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ചായക്കടയൊന്നും കിട്ടില്ല. കൊടു മനസ്സിലുള്ള ചായക്കടയൊന്നും കിട്ടില്ല, ചായയും കിട്ടത്തില്ല. ഈ മരത്തിൽ നമുക്ക് ഒളിച്ചിരിക്കാം കേട്ടോ. ഇവിടെ ഒളിച്ചിരുന്നാൽ കാണത്തൊന്നുമില്ല. ഒളിച്ചിരിക്കാൻ കേട്ടോ. ആന വന്നാൽ നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ വലിപ്പമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാനയെ മറയ്ക്കുന്ന വലിപ്പമുള്ള മരമാണ്. ഓക്കെ, എന്തു മരമാണെന്ന് അറിയത്തില്ല, എന്നാലും വലിയ മരമാണ്. ഒരു ആന വന്ന് നിന്ന് അതിൻ്റെ പുറകിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വീതിയുണ്ട് അതിന്. അങ്ങനെയുള്ള ഒത്തിരി മരങ്ങൾ ഈ വനത്തിലുണ്ട്. ഇതുപോലുള്ള ചെറിയ വെള്ളച്ചാലുകൾ വന്നു ചേർന്നാണ് തൊമ്മൻകുത്ത് പുഴ ഉണ്ടാകുന്നത്. ആ പുഴ നേരെ കാളിയാറായി മൂവാറ്റുപുഴയിൽ തൊടുപുഴയാറും മൂവാറ്റുപുഴയാറും അങ്ങനെ ചേർന്ന് ഒഴുകി കടലിൽ പതിക്കുകയാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു സർപ്രൈസാണ്. തൊമ്മൻകുത്തിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്.
ഇതാണ് എഴുന്നലക്കുത്ത്. തൊമ്മൻകുത്തിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. മഴക്കാലമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. പക്ഷേ വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. നല്ല വെള്ളച്ചാട്ടമാണ്. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊഴുക്കാണ്. അതുപോലെ തന്നെ നല്ല ഒഴുക്ക് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഭയങ്കര വെള്ളമാട്ടോ. ഒത്തിരി സഞ്ചാരികളൊക്കെ ഇതിൻ്റെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വീതി കൂടിയ വെള്ളച്ചാട്ടമാണ്. ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ എഡ്ജ് വരെ പോയി കാണാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇത് ലോക്കാണ്, മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ട് ഇത് ബലക്ഷയമുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്ദർശകർക്ക് പ്രവേശനം സാധ്യമല്ല. ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന സ്ഥലമാണ്, പക്ഷേ മെയിൻ്റെനൻസ് ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു പോരായ്മ എന്ന് തോന്നുന്നത്. ആ കയറിയിരിക്കും, മഴ ചെയ്യണം. ഹലോ ഗൈസ്, ഇതെന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഒരു ബാലരമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഉപയോഗിച്ചിരുന്ന സാധനമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഈ തൊമ്മൻകുത്തി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കിട്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രയോഗം കാണണമെങ്കിൽ അത് നമുക്ക് നോക്കാം. ഇതിങ്ങനെ പിടിക്കും ഞങ്ങൾ, എന്നിട്ട് ഇങ്ങനെയൊക്കെ തൂത്തിട്ട വിടലാണ് ഗായ്സ്. അത് അങ്ങ് പോയി, അങ്ങ് അച്ഛന് വെള്ളച്ചാട്ടത്തിന് അപ്പുറം പോയി ഗായ്സ്. ഇതാണ് ബൂമറാങ്ങായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെന്താണ് ഇതിൻ്റെ ചെറുപ്പത്തിൽ വിളിച്ചുകൊണ്ടിരുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഒത്തിരി കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയ ഇവിടെ വന്നപ്പോൾ കിട്ടുവാണ്ടായിരുന്നു. ഇവിടെയൊക്കെ സൂക്ഷിച്ച് നടക്കണം. തെന്നുന്ന പാറയാണ്, തെന്നുന്ന പാറയാണല്ലോ, തെന്നുന്ന സ്ഥലം. ഈ തൊടുപുഴയ്ക്ക് 25 കിലോമീറ്ററിനുള്ളിൽ ഒരു കൊടും വനത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് തൊമ്മൻകുത്ത്. ഒരു അനുഭൂതിയാണ്. അതെ, ഇനി നമ്മൾ കൊടുമുൾ വനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഈ വണ്ടിയിലാണ് പറഞ്ഞത്. അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റല്ലേ? 16 കാട്ടുവള്ളികൾ ആരോ പുകച്ചിട്ടുണ്ട്. ഇറങ്ങാം, അവിടെ അടച്ചു വെച്ചേക്കുക. അവിടെ വരെ പോകാം. കാട്ടുള്ളി ആർത്തിറങ്ങി. ഊഞ്ഞാലായിട്ട് ഇങ്ങനെ കയറിയെന്നാണ്. ഇപ്പോൾ ഒന്നും സാധിക്കില്ല, ഇവിടെ എല്ലാം ബ്ലോക്കാണ്, കൊടും വെള്ളമാണ്. വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇറക്കിയില്ല. അപ്പോൾ അടിപൊളി ഒരു സെറ്റപ്പ് വൈബാണിത്. കൊടുമ്പള്ളി, നേരെ കൊടുമ്പള്ളിയിലേക്ക് പോയാൽ കൊടുമ്പള്ളി.
ആ വീണ പുള്ളിയുടെ പേരാണോ തൊമ്മനുള്ളത്? ഇവിടെ 17 കുത്തുണ്ടെന്നാണ് ശരിയാണോ? ഇല്ല, എത്ര കുത്തുണ്ട്? നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? ആണ്. ട്രക്കിങ്ങിന് എന്നാ ചാർജ്? എങ്ങനെ? 1500 രൂപ ഗൈഡ് വരും. നമ്മളകത്ത് വരെ പോവാം. രണ്ടൊക്കെ അടിക്കാവോ? ഇല്ല, തിരിച്ചു വരും. മൃഗങ്ങളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. മൃഗങ്ങളെ കൂവി പേടിപ്പിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്തായാലും പോകാൻ പോയില്ല ഗൈസ്. ഞാൻ അത്ര മുൻകൂട്ടി പറഞ്ഞായിരുന്നു വെള്ളത്തിലിറങ്ങില്ല. അത്ര മുൻകൂട്ടി പറഞ്ഞായിരുന്നു. അതെ, ഞാൻ ഗ്യാപ്പിലേക്ക് പോകുന്നതായിരുന്നു. ഈ വഴി ഉടനീളം ഡേഞ്ചർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ വെള്ളം കൂടുതലുള്ള സമയമാണ്. അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. തുറന്ന് വെള്ളത്തിൽ പോയ മീനത്തിലായിട്ടുള്ള മഴ മരത്തിൻ്റെ ഒരു പൊത്താണ്. ഈ വലിയ മരത്തിന് ചോദിക്കുന്ന മഴ നനയത്തില്ല. ഭയങ്കര രസമാണ്. നമുക്കൊരു ആന അപ്പുറത്ത് വന്നാലും നമ്മളെ കാണാത്ത രീതിയിൽ നമുക്ക് ഒളിച്ചിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. ഒരു കല്ലൊക്കെ കയറ്റി നമ്മളെ വേണ്ടി. ഓക്കെ, ഇത് നമ്മൾ പൂമ്പ്രാങ് കണ്ടെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഒന്ന് പറത്തി വിടുന്നു. വന്നിരിക്കുകയാണ്. ചില സമയത്ത് പണികൾ മാറും. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long. ഇപ്പോൾ മഴ കാരണം ഞങ്ങളിങ്ങനെ ഗൈഡ്സിൻ്റെ കൂടാരത്തിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടെന്നോ. പൊട്ടിപ്പൊളിഞ്ഞാണേലും അത്യാവശ്യം മഴ കാരണം നമുക്കിവിടെ കയറിയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. മഴയാണെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഒരു മരത്തെ ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എൻ്റെ പേര് ഏഴിലം പാല എന്നാണ്. ഡെവിൽ ട്രീ എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് നെയിം. അപ്പോൾ ഇതിലാണ് ചെകുത്താനെല്ലാം കൂടെ കൂട്ടം കൂടിയിരിക്കുന്ന മരം. അങ്ങനെ മണ്ടയില്ല കേട്ടോ. ചെകുത്താനെല്ലാം കൂടെ കയറി ഇരുന്നിട്ട് അത് ഒടിച്ച് കളഞ്ഞു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മികച്ച കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പ്ലാസ്റ്റിക് പോകുന്ന വഴിയിലൊന്നും കണ്ടില്ല. എല്ലാം തന്നെ ഇങ്ങനെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു അനുഗ്രഹമാണ് തൊമ്മൻകുത്ത്. തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടാണ് ആദ്യം നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം. ഇതിങ്ങനെ പുഴയായി മാറുകയാണ്. ഈ തൊമ്മൻകുത്ത് പുഴ കാളിയാറ് ചെല്ലുമ്പോൾ കാളിയാർ പുഴയായിട്ട് മാറും. അത് മൂവാറ്റുപുഴയിൽ ചെന്ന് ചേരും. അവിടെ തൊടുപുഴയാറും ഒരുമിച്ച് ചേർന്ന് നേരെ അറബിക്കടലിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.